പറഞ്ഞതുപോലെ അദ്ദേഹം ഡൽഹി യാത്ര നടത്തുകയും അദ്ദേഹം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കണ്ട ദിവസങ്ങളിൽ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ഇഡിയുടെ പരിശോധനയുമായി ബഹുമാനായ മുൻ മുഖ്യമന്ത്രിയുടെ സഖാവ് പിണറായി വിജയന്റെ വീട്ടിലേക്ക് കയറുകയാണ്. അദ്ദേഹത്തിന് ഇത്തരം പോലീസ് ലാത്തി ചാർജ്, ലോക്കപ്പ്, മർദ്ദനം ഇതൊന്നും ഒരു വിഷയമുള്ള ആളല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മകളെയാണ്, നമ്മുടെ നാട്ടിൽ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മകളെയാണ്, വീട്ടിലിരിക്കുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന എഞ്ചിനീയർ കൂടിയായ മകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായും മകളെ ഉപദ്രവിക്കുമ്പോൾ പിതാവിനും മാതാവിനും വേദന ഉണ്ടാവും. നമ്മളെല്ലാം മാതാപിതാക്കളാണ്, നമുക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന സത്യസന്ധനായ രാഷ്ട്രീയ നേതാവിനെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ കഴിയുകയില്ല. ഉപദ്രവിച്ചാൽ ഭയപ്പെടുന്നയാളല്ല പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ മകളുടെ പേര് പറഞ്ഞ് ഒരു കള്ളക്കേസ് ഉണ്ടാക്കുകയാണ്. ഇടി ഉണ്ടാക്കിയ പല കേസുകളും കള്ളക്കേസുകളാണെന്ന് ഈ രാജ്യത്ത് തെളിയിക്കപ്പെട്ടു. കോൺഗ്രസ് ഇതര സർക്കാർ, BJP ഇതര സർക്കാരുകൾ എവിടെ ഭരിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഇഡിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ മറക്കരുത്. ഡൽഹിയിലെ അധികാരം പിടിച്ചെടുത്ത് അഴിമതിക്കെതിരെ പോരാടിയ കെജ്രിവാളിനെ അഴിമതി കുറ്റം ജയിലിലടച്ചു ഇഡി. പക്ഷെ ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട ഡൽഹി അദ്ദേഹത്തെ വെറുതെ വിട്ടു. അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി. അദ്ദേഹത്തെ ഏതാണ്ട് 3 മാസത്തിലധികം ഇഡി ജയിലിലടക്കിയാണ് ഉണ്ടായത്. ആ കേസിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി പ്രഖ്യാപിച്ചു. അദ്ദേഹം സ്വതന്ത്രനാവുകയും ചെയ്തു. ഇതെല്ലാം കേരളത്തിലും ഇതേ പരിപാടികൾ ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ആവർത്തിക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലടക്കം ആവർത്തിച്ച ഇഡിയുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇവിടെ ഒത്തുകളിയാണ്. UDFും BJPയും തമ്മിൽ ഒത്തുകളിച്ചു. ജഗദീശൻ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. സുരേന്ദ്രന്റെ പ്രസംഗം. സുരേന്ദ്രൻ പറയുന്നു, ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു UDF. എന്തുകൊണ്ട് കടപ്പെട്ടിരിക്കുന്നു? ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാനും അവരുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തി എന്ന് പറഞ്ഞ് BJPയുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ ഗവൺമെന്റ് ആണ് ഇന്ന് കേരളത്തിലുള്ളത്. കണ്ണൂർ ജില്ലയടക്കമുള്ള സ്ഥലങ്ങളിൽ എടുത്തു പരിശോധിച്ചാൽ BJPയുടെ വോട്ടുകൾ UDFന് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ദൂരോട്ടൊന്നും പോകണ്ട. പത്തനാപുരത്തിന് കേരളത്തിൽ BJPക്ക് 3 MLA കിട്ടി എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. 3 MLA അല്ല, 4 MLA കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് പത്തനാപുരത്ത് നിന്നാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഭീമൻ രഘു മത്സരിച്ചപ്പോൾ തമാശയെല്ലാം കാണിച്ചിട്ടും 12,700 വോട്ട് കിട്ടി BJPക്ക് പത്തനാപുരം നിയമമണ്ഡലത്തിൽ. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിക്ക് 14,000 വോട്ട് കിട്ടി. പക്ഷെ ഇത്തവണ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടി 7,013 വോട്ടേ ഉള്ളൂ. ബാക്കി എവിടെ പോയി എന്ന് നോക്കിയാൽ പട്ടാഴി വടക്കേക്കര മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രമാദേവിയെ കൊണ്ടിരിപ്പുണ്ട്. പട്ടാഴി വടക്കേക്കരയിൽ ഒരു കണക്ക് ചുമ്മാ എടുക്കാം. സജീവ് കണ്ടിപ്പുണ്ട്. പട്ടാഴി വടക്കേക്കരയിൽ കണക്കെടുത്താൽ 4 പഞ്ചായത്ത് മെമ്പറുള്ള പഞ്ചായത്ത് കമ്മിറ്റിയിൽ BJPക്ക് ഉള്ളിടത്ത് 300 വോട്ടേ ഉള്ളൂ. BJPക്ക് ആ പഞ്ചായത്ത് മൊത്തം കൂടി. എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഉള്ള വാർഡുകളിൽ പരിശോധിച്ചാൽ BJP ഈ തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് 3-ാം സ്ഥാനത്താണ്. എല്ലാ സ്ഥലത്തും 3-ാം സ്ഥാനത്ത് വളരെ തുച്ഛമായ വോട്ടാണ്. മേലിലെ പഞ്ചായത്തിലൊക്കെ ചില വാർഡുകളിൽ 240 വോട്ട് വാങ്ങി ജയിച്ചില്ലെങ്കിൽ പോലും ഇന്ന് ആ വാർഡിൽ 40 താഴെ വോട്ട് മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കരസ്ഥമാക്കാൻ. അതാണ് സുരേന്ദ്രൻ പറഞ്ഞത്, ഞങ്ങളുടെ ഔദാര്യം. ഇപ്പൊ നമുക്ക് ഇതേ സ്ഥാനാർത്ഥി പത്തനാപുരത്ത് മത്സരിച്ചപ്പോൾ കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ 14,000 വോട്ടിനാ തോറ്റായി. പക്ഷെ ഇപ്പൊ BJPയുടെ കൂടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ 7,000 വോട്ടിന് ജയിച്ചു. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മൾ കാണിക്കണം. ഇത് അപകടകരമായ ഒരു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലെത്തിയിരിക്കുന്നത്. പാചമടികളൊക്കെ ഉണ്ട്. ഗ്യാരണ്ടി, ആദ്യത്തെ ഗ്യാരണ്ടി സ്ത്രീകൾക്ക് പരിപൂർണമായും യാത്രാ സൗജന്യം KSRTC നൽകുമെന്നാണ്. പ്രിയപ്പെട്ട VD സതീശൻ തന്നെ, എന്റെ സുഹൃത്ത് തന്നെ, ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി വായിച്ചു ചെയ്യുന്നുണ്ട് ഒരു കുടുംബത്തിന്. എന്റെ വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം തീർത്ഥാടനത്തിന്. പത്തനാപുരത്ത് നിന്ന് ഗുരുവായൂരേക്ക് തീർത്ഥാടനത്തിന് പോവാം. പത്തനാപുരത്ത് കൊട്ടാരക്കരയിൽ നിന്ന് മൂകാംബിയേക്ക് ബസ്സുണ്ട്, തീർത്ഥാടനത്തിന് പോവാം. അല്ലാതെ പത്തനാപുരത്ത് നിന്ന് കയറി കൊട്ടാരക്കര പോയി തീർത്ഥാടനത്തിന് ഇറങ്ങാനും ഇവിടുന്ന് കയറി പിന്നെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് കയറി ഭീമാപ്പള്ളിയിൽ പോയി ഇറങ്ങാനും ഒന്നുമല്ല. തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ KSRTC ബസ് പോകുന്നത് ആറ്റാങ്കര പള്ളിക്കാണെങ്കിൽ ആറ്റാങ്കര പള്ളിക്ക് കൊണ്ടുപോകണം. അതായിരുന്നല്ലോ വാഗ്ദാനം. ആ വാഗ്ദാനത്തിൽ നിന്ന് പുറത്തുപോയിട്ട് പോയിക്കൊണ്ട് സ്ത്രീകളെ കബളിപ്പിക്കാനുള്ള ഒരു മാർഗം. ഇതാണ് ഗ്യാരണ്ടി. നടക്കുന്ന ഗ്യാരണ്ടി വല്ലതും പറയണ്ടേ? ഇപ്പൊ ഇവിടെ തന്നെ ഈ കേസ് എന്താണ് സതീശൻ വളരെ മനസ്സിലാക്കുന്ന രീതി ഞാൻ പറഞ്ഞില്ല എളുപ്പത്തിൽ. അതിനെപ്പറ്റി നന്നായി തന്നെ ജഗദീശൻ വിശദീകരിച്ചു. എന്താണ് പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള കേസ്? ആ കേസിൽ പറയുന്നു അവര് ഈ CMRL കമ്പനിയുമായി ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയും സർവീസ് കൊടുക്കാം എന്ന് പറഞ്ഞു എന്നാണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഈ കെട്ടിടത്തിൽ ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്.
ഈ ലിഫ്റ്റ് വെച്ചിരിക്കുന്ന കമ്പനിക്കാരുമായി ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ലിഫ്റ്റിന്റെ തകരാറുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് പൈസ കൊടുക്കും. ആ പറഞ്ഞ എമൗണ്ട് കൃത്യമായി കൊടുക്കണം. അപ്പൊ അതുപോലെ ഇൻഷുറൻസ്, ഇപ്പൊ കാറിന് ഇൻഷുറൻസ് എടുക്കുകയാണ്. കാറിന് ഇൻഷുറൻസ് എടുക്കുന്നു, ഈ വർഷം യാതൊരു ക്ലെയിമും ഇല്ല, എന്നാലും അടുത്ത വർഷം വീണ്ടും ഇൻഷുറൻസ് മാർച്ച് 31 കഴിഞ്ഞാൽ ഇൻഷുറൻസ് പുതുക്കിയേ പറ്റൂ. 12 മാസം കഴിയുമ്പോൾ അത് പുതുക്കിയേ പറ്റൂ. അവിടെ ഒരു ആനുകൂല്യവും ഇല്ല, അവിടെ കുറയില്ല, കൊടുക്കാതിരിക്കാൻ പറ്റും. കഴിഞ്ഞ വർഷം ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ വർഷം എടുക്കുന്നില്ല, ഈ വർഷം ഞാൻ വണ്ടി ഇടിച്ചാലും കുഴപ്പമില്ല, വണ്ടി ഇടിച്ചാൽ കയ്യിൽ നിന്ന് കാശ് പോകും എന്ന് പറഞ്ഞതുപോലെ ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഈ ലിഫ്റ്റിന്റെ കാര്യം എടുക്കാം. ലിഫ്റ്റ് പണിത് ഇപ്പം ഇവിടെ ലിഫ്റ്റ് വെച്ചു, ഒരു വർഷത്താവുന്നു. ആ ഒരു വർഷത്തിനിടയിൽ അത് ഉപയോഗിച്ചാലും അത് ഓടിയാലും അത് ചീത്തയായാലും ഇല്ലെങ്കിലും അതിന്റെ പൈസ കൊടുക്കണം. അത്തരത്തിലൊരു കോൺട്രാക്ട് അവരുടെ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും തകരാറ് വന്നാൽ ശരിയാക്കി കൊടുക്കാം. അവർ തകരാറുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പോൾ തന്നെ അവർ ശരിയാക്കി കൊടുക്കും. അതിനുവേണ്ടി ഒരു കോൺട്രാക്റ്റിൽ ഒരു വർഷം ഇത്ര രൂപയ്ക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന കുഴപ്പം ഒരു കമ്പനിയല്ലേ. വീണ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകൾ എന്നതിനപ്പുറം ഒരു ഇന്ത്യയിലെ ഒരു സ്ത്രീയാണ്, ഇന്ത്യയിലെ ഒരു പൗരനാണ്. അവർക്ക് ജോലി ചെയ്യാനും ബിസിനസ് ചെയ്യാനും ഒക്കെ അവകാശം അവർക്കുണ്ട്. അപ്പൊ പിണറായി വിജയന്റെ മകളായതുകൊണ്ട് ബിസിനസ് ചെയ്തുകൂടാ, പിണറായി വിജയന്റെ ഭാര്യ ആയതുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റൂടാ എന്നൊക്കെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവരൊക്കെ എന്തൊക്കെ ബിസിനസ്സുകളാണ് ചെയ്യുന്നത്? ഇപ്പൊ UDF സർക്കാരിൽ ഇരിക്കുന്ന മന്ത്രിമാരിൽ പലരുടെയും മക്കൾക്ക് എന്താണ് ബിസിനസ് ഇന്ത്യക്കകത്തും പുറത്തും? അതിനെക്കുറിച്ചൊക്കെ എണ്ണി പറയേണ്ട സമയം വരുമ്പോൾ എണ്ണി പറയാം. ഇതൊന്നും അല്ല എന്തെല്ലാം ബിസിനസ്സുകൾ, എന്തെല്ലാം കച്ചവടങ്ങൾ ഇനി നടക്കാൻ കാണാൻ കിടക്കുന്നു. 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നതിന്റെ ക്ഷീണം മാറാൻ തൂമ്പായ്ക്കും കോടാലിക്കും വെട്ടി വാരുന്നത് നമുക്ക് കാണാൻ പറ്റും. ദിവസങ്ങൾ കാത്തിരുന്നാൽ മതി. ഇപ്പൊ വിമർശിക്കാനുള്ള സമയമായിട്ടില്ല. ഇത് സർക്കാരിന്റെ ഹണിമൂൺ കാലമാണ്, 6 മാസം. ആ 6 മാസം അങ്ങനെ പോകട്ടെ. അത് കഴിയുമ്പോൾ ഓരോരോ സത്യങ്ങളായി പുറത്തു വരും. പത്രക്കാരോട് മധുരതരമായി സംസാരിച്ചിരുന്ന മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു, എന്റെ മോന്തയിൽ മൈക്ക് വെച്ച് കുത്തി, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പം ഇഷ്ടപ്പെടാതെ തുടങ്ങിയിരിക്കുന്നു കാര്യങ്ങൾ. 11 സ്ഥലങ്ങളിൽ വെച്ച് പത്രക്കാർ ഈ വിഷയത്തെ പറ്റി മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഓടിപ്പൊയ്ക്കളഞ്ഞ മുഖ്യമന്ത്രി. ഇതാണോ പിണറായി വിജയനെ കുറ്റം പറഞ്ഞ ആള്? മൈക്ക് മോന്തയ്ക്ക് ഇട്ട് കുത്തി എന്ന് മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്, നമ്മളല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾ എന്റെ മുഖത്ത് മൈക്ക് കൊണ്ട് തല്ലി, ഞാൻ എന്നിട്ടൊന്നും പറഞ്ഞില്ല. പറയും എന്നാണ് അതിന്റെ അടുത്ത്, പറയാൻ വേണ്ടി വന്നാൽ പറയും എന്നാണ് അതിന്റെ അർത്ഥം. ഉടനെ പറയും. അപ്പൊ ഇതെല്ലാം നാടകങ്ങളാണ്, ജനങ്ങളുടെ മുമ്പിൽ നടത്തുന്ന നാടകങ്ങളാണ്. ഈ നാടകങ്ങളെയെല്ലാം തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പറ്റിയ അബദ്ധം. കൊണ്ട് മതന്യൂനപക്ഷങ്ങളെ പറ്റിച്ചു. UDFന്റെ ആദ്യത്തെ പടി അതായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പരിശോധിക്കാം. ചാത്തന്നൂര് പോയി നോക്കിയാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അങ്ങ് വയലിന്റെ കണ്ടത്തിന്റെ അപ്പുറത്ത് അങ്ങ് കിടക്കുക, ദൂരെ കിടക്കുക, 3ാമത് കിടക്കുക. തിരുവനന്തപുരത്ത് എന്നാൽ കഴക്കൂട്ടത്ത് എത്തുമ്പോൾ വെറും 400 ചില്ലാനം വോട്ടിനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത്. പക്ഷെ കോൺഗ്രസ് അങ്ങ് കിടക്കുക, അങ്ങ് ദൂരെ കിടക്കുക, ചവറ്റുകൊട്ടേ കിടക്കുകയാണ്. അവിടെ മത്സരിച്ചത് എന്റെ സുഹൃത്താണ് ശരത്ചന്ദ്ര പ്രസാദ്. ശരത്ചന്ദ്ര പ്രസാദ് രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോയിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത്. ശരത്ചന്ദ്ര പ്രസാദ് മത്സരിച്ചു 6 സീറ്റുകളിൽ. ശരത്ചന്ദ്ര പ്രസാദിനെ ചതിക്കുകയായിരുന്നു. കേരളത്തിലെ 6 സീറ്റുകളാണ് BJPക്ക് UDF വാഗ്ദാനം ചെയ്തിരുന്നത്. പാലക്കാട് അടക്കം 6 സീറ്റുകൾ. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച പാലക്കാട് അടക്കം 6 സീറ്റുകളിൽ വിജയിക്കാൻ സൗകര്യമൊരുക്കി കൊടുക്കാം എന്ന് പറഞ്ഞു. പണ്ടിതുപോലെ പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നറിയാമോ, അന്ന് തിരുവനന്തപുരത്തെ രാമൻപിള്ള ചേട്ടൻ മത്സരിച്ചു BJPയുടെ. അന്ന് ഈ തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലം, ആ മണ്ഡലത്തിൽ തോൽക്കാൻ വേണ്ടി B. വിജയകുമാർ എന്ന സ്ഥാനാർത്ഥിയെ വിട്ടുകൊടുത്തു. പക്ഷേ രാജീവ് ഗാന്ധി അങ്ങ് മരിച്ചു. അതിന്റെ ബഹളത്തിനിടയിൽ വിജയകുമാർ ജയിച്ചെങ്കിൽ കയറി പോകുന്നു, മറ്റേ പരിപാടി അങ്ങ് പൊളി. ഇത് ഇന്നും തുടങ്ങിയതല്ല. കോൺഗ്രസും UDFും ഈ കോലീബി സഖ്യം എന്ന് പറയുന്നത് ഇന്ന് തുടങ്ങിയതല്ല. ആ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷത്തെ തകർക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. 10 വർഷം ഭരിച്ച ഒരു സർക്കാരിനെ പറ്റി ഒരു അഴിമതി ആരോപണമില്ല. പിണറായി വിജയനെ പറ്റി EDക്ക് ആരോപണമില്ല. പക്ഷെ പിണറായി വിജയന്റെ മകളെ ഈ കേസിൽ, കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് കെജ്രിവാളിനോടും മറ്റ് BJP ഇതര സർക്കാരുകളോടും കാണിച്ച നയം. അങ്ങനെ ഉണ്ടെങ്കിൽ, അഴിമതി ഉണ്ടെങ്കിൽ ആരെ പിടിക്കണം? മന്ത്രിമാരെ പിടിക്കണം. മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ അടക്കം 10 കൊല്ലം മന്ത്രിയായിരുന്നവരുണ്ട് ഇവിടെ. അവരെ പേരിലൊന്നും ഒരു ആരോപണമില്ല, അവരെ പേരിൽ ഒരു അഴിമതിയില്ല. ഇടതുപക്ഷ മുന്നണി സർക്കാർ യാതൊരു അഴിമതിയും ഇല്ലാതെ 10 കൊല്ലം മുന്നോട്ട് പോയത് കൊണ്ട് വീട്ടിൽ കയറി മക്കളെയും ഭാര്യയും ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് നിലവാരം കുറഞ്ഞ രാഷ്ട്രീയമാണ് BJP ഇന്ത്യയിൽ നടത്തുന്നത്. അതിവിടെ മാത്രമല്ല, മറ്റെല്ലായിടങ്ങളിലും ഉണ്ട്. എന്താണ് വിജയ് എന്ന് പറയുന്ന ആൾ രാഷ്ട്രീയത്തിൽ വരാൻ കാര്യം? ഒരു കാര്യം, അയാൾ അഭിനയിച്ച ഒരു സിനിമയിൽ നരേന്ദ്രമോദി എന്ന് തോന്നിപ്പിക്കാൻ ഇതിലൊരു പരിഹാസം പറഞ്ഞതിന്റെ പേരിൽ അയാളെ വേട്ടയാടി. അയാളുടെ വീട്ടിലെ ഷൂട്ടിംഗ് നടക്കുന്നിടത്ത്, അയാളുടെ കാരവനകത്ത്, അയാളുടെ കാറിനകത്ത് സർവ്വസ്ഥലത്തും ED കയറി നിരങ്ങി, ഇൻകം ടാക്സുകാർ കയറി നിരങ്ങി, ED കേന്ദ്ര ഏജൻസികൾ കയറി നിരങ്ങി. അന്ന് അയാൾ തീരുമാനിച്ചു ഇതിന് പാഠം പഠിപ്പിച്ചിട്ട് എന്ന കാര്യം.
ഒരു കാര്യം അക്കാര്യത്തിൽ വിജയോട് എനിക്ക് അഭിമാനമുണ്ട്. കോൺഗ്രസിന്റെ പിന്തുണ സൂക്ഷിച്ചു വാങ്ങിക്കണം. പക്ഷേ BJPയുടെ പിന്തുണയ്ക്ക് വേണ്ടി അവിടുത്തെ ഗവർണർ ശ്രമിച്ചിട്ട് പോലും വഴങ്ങിയില്ല എന്നുള്ളതാണ് വിജയിൽ ഞാൻ കാണുന്ന ഒരു ഗുണം. കാരണം അയാള് രംഗത്ത് വന്ന എന്താണ്, അയാളെ അതിക്രൂരമായ നിലയിൽ, നീചമായ നിലയിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അയാളെ വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തതിന്റെ പ്രതികാരമായിട്ടാണ് അയാളുടെ രാഷ്ട്രീയത്തിലൊന്നും വരത്തില്ല. അയാൾക്ക് രാഷ്ട്രീയത്തരം പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് EDM, ഇൻകം ടാക്സും എല്ലാം ചേർന്നുകൊണ്ട് അയാളെ ഉപദ്രവിച്ചതിന് ശേഷമാണ് എങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. സിനിമാഭിനയവും എല്ലാം വിട്ടുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള കാരണം തന്നെ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നയമാണ്. ഒരു സിനിമയിൽ പോലും ഒരു ഡയലോഗ് പറഞ്ഞ് ഒന്ന് കളിയാക്കാൻ പോലും, തമാശ പറയാൻ പോലും കഴിയാത്ത രീതിയിൽ നമ്മുടെ നാട് മാറിപ്പോകുന്നത് എത്രത്തോളം സാംസ്കാരികമായ മൂല്യച്യുതിയാണ് എന്ന് നമ്മൾ പരിശോധിക്കാം. ഹാസ്യരസത്തിൽ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, വിമർശനങ്ങൾ, അങ്ങനെ കാർട്ടൂണിസ്റ്റുകളെ ഇപ്പൊ കാർട്ടൂൺ വരപ്പ് നിർത്തിയല്ലോ. ഇപ്പൊ പത്രങ്ങളിലൊന്നും കാർട്ടൂൺ കാണാറില്ല. കാർട്ടൂൺ വരച്ചാൽ ജയിലിൽ കിടക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അടിയന്തരാവസ്ഥക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യ പോകണം. അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിലും ഒരുതരം അടിയന്തരാവസ്ഥ തന്നെയാണ് ഇന്ത്യയിൽ നിന്നുള്ളത് എന്ന് മനസ്സിലാക്കുക. രാഷ്ട്രീയ നേതാക്കളെ, എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, അവരുടെ നേതാക്കന്മാരെ ജയിലിലടച്ചുകൊണ്ടും കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ടും ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ഈ പിണറായി വിജയന്റെ വീട്ടിൽ കയറിയതിന്റെ ഉദ്ദേശം സതീശ സൂക്ഷിച്ചോ തന്റെ വീട്ടിലും കയറും എന്നുള്ളത്. അതുകൊണ്ട് മര്യാദയ്ക്ക് BJP പറയുന്ന കേട്ട് കഴിഞ്ഞു കൂടിക്കൊള്ളുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇന്നത്തെ സർക്കാരിന്റെ നയപ്രഖ്യാപനമുണ്ട്. നമ്മൾ നടത്തിയ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയെക്കുറിച്ചും കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന സർക്കാരിനോടുള്ള സമീപനത്തെക്കുറിച്ചും ഇന്ത്യയിലെ ഫെഡറലിസം തകരാൻ ഇടയാക്കാൻ തരത്തിലുള്ള നയങ്ങളെക്കുറിച്ചും പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മുടെ നയപ്രഖ്യാപന പ്രസംഗം. ഇന്ന് കോൺഗ്രസും UDF നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പറ്റി ഒരു അക്ഷരം പറഞ്ഞില്ല. ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു ശരി പരിഗണിക്കാം എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. കാരണം ഞങ്ങൾ മന്ത്രിയായിരിക്കും പറയും, നമ്മൾ ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെന്റിലെ മന്ത്രിമാരെ കണ്ടു കഴിഞ്ഞാൽ അവര് പറയുന്നത് ശരി നോക്കാം എന്ന് പറയും. എന്ത് നോക്കാം? ഒരു കുന്തവും കിട്ടിയില്ല, ഒരു കുന്തവും തരത്തില്ല. ഞാനും പോയി കണ്ടിട്ടുണ്ട് ട്രാൻസ്പോർട്ട് നന്നാക്കാൻ വേണ്ടി മന്ത്രിയെ. പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടത്തില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് തന്നെ അങ്ങ് റെഡിയാക്കിയത്. നമ്മളെ കാര്യം 5000-6000-ഓളം കോടി രൂപയുടെ ബാലൻസ് ഖജനാവിൽ വെച്ചിട്ടാണ് ശ്രീ ബാലഗോപാൽ മന്ത്രിസ്ഥാനം ഒഴിയുന്നത്, ധനകാര്യ മന്ത്രി എന്ന നിലയിൽ. അതുകൊണ്ടാണ് ഈ മാസം ശമ്പളം കൊടുക്കുന്നത്. KSRTC പെൻഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല. 4 ജില്ലകളിൽ കൊടുത്തിട്ടില്ല. ഇപ്പൊ വീണ്ടും മുടങ്ങിയിരിക്കുന്നു. ഈ മാസം മുതൽ ഇത് മുടങ്ങും. സ്ത്രീകളുടെ സൗജന്യം കൂടി കൊടുത്തു കഴിയുമ്പോൾ KSRTC അടയ്ക്കും. അതോടൊപ്പം സമാന്തരമായി പ്രൈവറ്റ് ബസ്സും നിൽക്കും. കാരണം പ്രൈവറ്റ് ബസ്സിൽ ഫ്രീ ഇല്ലല്ലോ. ഭാര്യയും ഭർത്താവും കൂടി ബസ്സിൽ പോവുകയാണ്. ഭാര്യയ്ക്ക് ഫ്രീ ആണെങ്കിൽ ഭർത്താവും കൂടി അതിലേക്ക് കയറത്തുള്ളൂ. അല്ലെ ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കാശ് കൊടുത്ത് വരാം എന്ന് ഭർത്താവ് വേറെ വണ്ടി കയറുമോ? ഇല്ല. അപ്പൊ അങ്ങനെ KSRTC നശിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമി ഉപയോഗിക്കും എന്ന് പറയുന്നത് വെച്ചാൽ വിൽക്കും എന്നർത്ഥം. അതായത് പുതുതായി വരുന്ന കമ്പനികൾക്ക് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമി നിക്ഷേപകർക്ക് കൊടുക്കും എന്ന് വെച്ചാൽ സർക്കാർ ഭൂമി പ്രൈവറ്റ് ആൾക്കാർക്ക് വിൽക്കാൻ പോകുന്നു, ഓസിന് കൊടുക്കാൻ പോകുന്നു, അതിനാളെ കണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹണിമൂൺ, ഞാൻ പറഞ്ഞ 6 മാസം ഹണിമൂൺ ഉണ്ട്. അത് കഴിഞ്ഞ് ബാക്കി പറയാം. കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓരോ ചലനവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ഇതേ മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ എതിർത്തത് കിഫ്ബിയാണ്. ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു കിഫ്ബിയെ പറ്റി എന്തായി പറയാന്ന് ചോദിച്ചു. കിഫ്ബിയുടെ കാര്യം ഒരു തീരുമാനമായിട്ടില്ല, ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനൊരു കമ്മിറ്റി വയ്ക്കുന്നതിനെ കുറിച്ച് സർക്കാർ പരിഗണിക്കുന്നു. അതിനൊരു കമ്മിറ്റി വെക്കാൻ സർക്കാർ പരിഗണിച്ച്, കമ്മിറ്റി വെക്കാൻ തീരുമാനിച്ച്, കമ്മിറ്റി പഠിച്ച് ഒക്കെ വരുമ്പോഴത്തേക്കും 14 താലൂക്ക് ആശുപത്രി അടക്കമുള്ളത് അങ്ങനെ ഇരിക്കും. അവിടെ അങ്ങ് ഇരിക്കും. സൈഡിൽ ആലൊക്കെ കളിക്കും. മിക്കവാറും അതിന്റെ സൈഡിൽ ആലൊക്കെ കളിക്കുന്ന കാണാൻ പറ്റും. കാരണം ഇപ്പൊ കിഫ്ബിയെ പറ്റി പുനഃപരിശോധിച്ചാൽ കിഫ്ബിയുടെ എല്ലാ വർക്കുകളും അവിടെ നിർത്തി വയ്ക്കണമല്ലോ. അതിനകത്ത് 14 റോഡൊക്കെ അങ്ങ് നിൽക്കും, അവിടെ അങ്ങോട്ട് നിൽക്കും. കാരണം മറ്റ് സർക്കാരിന്റെ നയമല്ല ഞങ്ങളതെന്ന് പറഞ്ഞു. ആ നയം അതല്ലെങ്കിൽ കിഫ്ബി ഒന്നുകിൽ അടച്ചുപൂട്ടണം, അല്ലെങ്കിൽ കിഫ്ബിയെ പുനഃപരിശോധിച്ച് വേറൊരു വിധത്തിലേക്ക് മാറ്റണം. അതിന് ആശയമുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ ആശയമില്ല. ആശയം ഉണ്ടാക്കാൻ ആളെ വയ്ക്കുന്ന കാര്യം ആലോചിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഈ വാഗ്ദാനങ്ങൾ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കണം. ആദ്യം മനസ്സിലാക്കേണ്ട പാഠം കേന്ദ്ര സർക്കാരും BJPയും കോൺഗ്രസും തമ്മിലുള്ള രഹസ്യ നീക്കുപോക്കാണ്. ഇവിടെ ആദ്യം പറഞ്ഞു, സതീശൻ ഇലക്ഷൻ മുമ്പേ പറഞ്ഞു LDFും BJPയും തമ്മിൽ നീക്കുപോക്കുണ്ടെന്നാണ്. അങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ED വരുമോ? പറിച്ച് ആരാണ് BJPയുടെ വോട്ട് വാങ്ങിച്ചത്? ഈ തെരഞ്ഞെടുപ്പിൽ ചടയമംഗലത്ത് പോയി നോക്കാം. അവിടെ എന്താണ് സ്ഥിതി? അവിടെയും BJPയുടെ വോട്ട് കോൺഗ്രസിന് കൊടുത്തിരിക്കുകയാണ്.
ആരാണ് കൊടുക്കുന്നത്? കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കും എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടി കൈപ്പത്തിക്ക് കുത്തുന്ന നാണമില്ലാത്ത നിലയിലുള്ള രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിൽ മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അവരാണ് കോൺഗ്രസ് മുക്ത ഭാരതം. ബി ജെ പിക്കാരനെ ആർക്കാ വോട്ട് ചെയ്യുന്നത്? താമരയ്ക്കല്ല, ചക്കയ്ക്കല്ല, മാങ്ങയ്ക്കല്ല, കുത്തുന്നത് കൈപ്പത്തിക്ക. അപ്പൊ എന്താ ആത്മാർത്ഥത ഈ പറയുന്നതിൽ? എന്താ സത്യസന്ധത? ഈ സത്യസന്ധത അത് ഇപ്പൊ ഇത് ഒത്തുകളിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു റെയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ ഈ ബോർഡിൽ വെച്ചിട്ടുണ്ട് ബീഡി മോഡി ഇഡി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സത്യമല്ലേ ഈ പറഞ്ഞത്? ഇവര് തമ്മിലല്ലേ അന്തർധാര? ഇവര് തമ്മിൽ അന്തർധാരയുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡീല് നടത്തി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു തുടങ്ങിയ ഇവർ ആരാണ് യഥാർത്ഥത്തിൽ ഡീല് നടത്തിയതെന്ന് കേരള സംസ്ഥാനത്തെ നിയമസഭാ ഫലത്തിന്റെയും കഴിഞ്ഞ പാർലമെന്റ് ഫലത്തിന്റെയും കഴിഞ്ഞ പഞ്ചായത്ത് ഫലത്തിന്റെയും ഫലങ്ങൾ എടുത്തു വെച്ച് ഓരോ വാർഡിലായി വിലയിരുത്തിയാൽ, ഓരോ പഞ്ചായത്തിലായി വിലയിരുത്തിയാൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരുന്നു കേരളത്തിൽ ഡീല് എന്ന് മനസ്സിലാക്കും. ഡീൽ ഇല്ലാത്തപ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ഇല്ല കേരളത്തിൽ. അക്കൗണ്ട് തുറക്കാൻ സമ്മതിച്ചില്ല. 3 എണ്ണം ജയിച്ചു, 6 എണ്ണം ജയിപ്പിക്കാമെന്നായിരുന്നു. 6 സീറ്റുകൾ, 6 സീറ്റ് വെച്ചതിൽ 3 എണ്ണം ജയിച്ചു. അവിടെ എല്ലാം കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്, അങ്ങ് പുറകിലാണെന്ന് ആലോചിക്കണം. അതിന്റെ അർത്ഥം കോൺഗ്രസുമായിട്ടല്ല ബി ജെ പിയോട് മത്സരിച്ചത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ് മത്സരിച്ചത് എന്ന് ഓർക്കണം. ഇവിടെ എന്താണ്? ഇവിടെ 14,000 വോട്ടിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തോറ്റയാൾ 7,000 വോട്ടിന് ജയിക്കുമ്പോൾ 14,000 വോട്ട് വാങ്ങിച്ച ബി ജെ പിക്ക് 7,000 വോട്ടേ ഉള്ളൂ. എങ്ങോട്ട് പോയത്? അതെങ്ങോട്ടാ പോയെന്ന് ആർക്കാ മനസ്സിലാവാത്തെ? അതിന് വേണ്ട ശാസ്ത്രജ്ഞനെ വെച്ച് പഠിക്കുകയും സതീശൻ പറയുന്നതൊക്കെ കമ്മിറ്റിയെ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നും പഠിക്കാനില്ല. ആർക്കും മനസ്സിലായി. ഏതൊരു സാധാരണക്കാർക്കും കൂട്ടാനും കുറയ്ക്കാനും അറിയുന്ന തലയ്ക്ക് വെളിവുള്ള ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇവിടെ മണ്ടത്തരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആശുപത്രിയിൽ 18 പേവാർഡ് ഉണ്ടാക്കിയെന്ന്. ഈ ആശുപത്രി തൂക്കാൻ ആരാണ്ട് ആളെ വയ്ക്കാൻ പറ്റൂ? ഒരു മണ്ടത്തരത്തിന് മറുപടി പറയണം എന്ന് തോന്നിയോണ്ട് തന്നെയാണ് ആശുപത്രിക്ക് ഒരു വലിയ അഴിമതി 18 പേവാർഡ് ഉണ്ടാക്കിയെന്നാ. 4 ഉള്ളായിരുന്നത് 18 ആക്കിയെന്ന്. ഇപ്പൊ ആരാ പേവാർഡ് അല്ലായിരുന്നത്? EMS ആശുപത്രി ഇവിടെ ഉണ്ട്, ജഗദീശനാഥിന്റെ സെക്രട്ടറി. ആരാ പേവാർഡ് വേണ്ടാത്ത? ആരാ? എല്ലാവർക്കും പേവാർഡാ വേണ്ടേ. ഈ പേവാർഡിന്റെ വാടക കൊണ്ട് വേണം അതിന്റെ വൈദ്യുതി ചാർജ് കൊടുക്കാൻ. ഈ പേവാർഡിന്റെ പൈസ വാങ്ങിച്ചിട്ട് വേണം അവിടെ തൂക്കാൻ വരുന്ന സ്ത്രീകൾക്ക് ശമ്പളം കൊടുക്കാൻ, അവിടെ ബാത്റൂം കഴുകാനുള്ള ഫിനോയിൽ വാങ്ങാൻ. ഈ പേവാർഡിന്റെ പൈസ എടുത്ത് ആശുപത്രി ഉപദേശ സമിതിയുടെ ഫണ്ടിലേക്ക് വരികയും അത് വെച്ചാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഈ 2 രൂപ OP ടിക്കറ്റിന് വാങ്ങിച്ച് അതിൽ നിന്നാണോ കൊടുക്കുന്നതാണ് വിചാരം? അല്ല. ഈ പേവാർഡ് കിടക്കാൻ താല്പര്യമുള്ളവർ കൂടുതൽ പേവാർഡ് വേണം, അല്ലെങ്കിൽ ഈ ആശുപത്രിയിൽ നിലനിൽപ്പുണ്ടാകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ബഹുമാനായ ധനകാര്യമന്ത്രിയായിരുന്ന ബാലഗോപാലും ഞാനും കൂടെ ഇരുന്നു കൊണ്ട് ഇതില്ലാതെ പറ്റില്ല. കാരണം വാർഡുകൾ സൗജന്യ വാർഡുകൾ മാത്രം പോരാ, പേവാർഡുകൾ വേണം. പണമുള്ളവർ പേവാർഡിൽ കിടക്കട്ടെ, പണമില്ലാത്തവരും എല്ലാവരും അവനവന്റെ സൗകര്യത്തിന് വേണ്ടി ഇപ്പൊ പേവാർഡാണ് സെലക്ട് ചെയ്യുന്നത്. EMS ആശുപത്രിയിൽ ഒരു പേവാർഡ് തുറന്നു നടപ്പുണ്ട്? ഇല്ല, ഒരെണ്ണം ഒഴിവില്ല. അപ്പൊ പേവാർഡ് വേണം. പേവാർഡ് വന്നാൽ മാത്രമേ പൈസ വരൂ. ആ പൈസ വന്നാൽ പണമുള്ളവർ ആ പൈസ പാവപ്പെട്ടവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ ഒരു ആശുപത്രി നടത്താൻ കഴിയില്ല. വിഡ്ഢിത്തരങ്ങൾ അടിച്ചു വിട്ടാക്കത്തില്ല. നാളെ പറ്റുമെന്നിട്ട് എന്നും രാവിലെ മറ്റേ TV ഇരുന്ന് പറയുന്നതൊക്കെ കള്ളത്തരങ്ങൾ അടിച്ചു വിട്ടാലൊന്നും പത്തനാപുരത്ത് വില പോലെ മറുപടി പറയില്ലാന്ന് ധരിക്കരുത്. എല്ലാത്തിനും മറുപടി അറിയാം. സത്യസന്ധമായിട്ടാണ് 25 വർഷം പത്തനാപുരത്തെ മുന്നോട്ട് നയിച്ചത്. അതിൽ യാതൊരു മാറ്റവുമില്ല. മറുപടി പറഞ്ഞാൽ പിന്നെ ഓടിയാ മുടുക്കുകയില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഓരോന്നായിട്ട് നശിപ്പിക്കുകയാണ്. ഒരേ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അതിനകത്ത് പഞ്ചായത്ത് നമ്മളിവിടെ കേരളത്തിലെ ഒരേ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഒരു ഇടതുപക്ഷ മുന്നണി പഞ്ചായത്താണ് ഇതുപോലെ ഷോപ്പിംഗ് മാൾ പണിഞ്ഞത്. ഷോപ്പിംഗ് മാൾ ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. ഇവിടെ ലുലു കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഞങ്ങൾ വ്യക്തിപരമായി താല്പര്യമെടുത്ത് കൊണ്ടുവന്നു. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശൃംഖല, മലയാളി നടത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ ശൃംഖല, അത് പത്തനാപുരത്ത് വരുന്നു എന്ന് പറയുമ്പോൾ പത്തനാപുരം ടൗണിന്റെ മുഖച്ഛായ മാറും. പത്തനാപുരത്ത് വ്യാപാര രംഗത്തുണ്ടാകാവുന്ന പുരോഗതിയെ കുറിച്ച് നിങ്ങൾ അപ്പം മനസ്സിലാക്കും. ആശീർവാദിന്റെ തിയേറ്റർ കൊണ്ടുവന്നു. എവരെ വിളിച്ചാൽ വരുമോ? മോഹൻലാലിന്റെ ഉടമസ്ഥയിൽ ആശീർവാദിന്റെ തിയേറ്ററിൽ ബിൽഡിങ്ങിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ഇപ്പൊ അതിനകത്തേക്ക് ആള് പോകുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും പോകും? ഇത് അടഞ്ഞു കിടക്കും. ഇത് തുറന്നു പ്രവർത്തിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടും ഇതൊരു വിജയമായി മാറേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണെന്നുള്ളത് കൊണ്ടുമാണ് അന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റിയും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നോട് ചെയ്ത കാര്യം ചെയ്തെന്ന് പറയാൻ ഒരുത്തനെയും പേടിയില്ല, ഒരു മടിയും വേണ്ട, ഒരു പേടിയുമില്ല. ഞങ്ങളുടെ മടിയിൽ കനവില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങൾ ധീരമായി തന്നെ മുന്നോട്ട് പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇത്തരം ഓലപ്പാമ്പുകൾ കാണിച്ച് ഭയപ്പെടുത്താം എന്നാരും കരുതേണ്ടതില്ല. പിണറായി വിജയന് പോലീസും EDയും ജയിലും മർദ്ദനവും ലാത്തിചാർജും പുത്തരിയല്ല. കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷ മുന്നണിക്കാർക്കും ഇതൊന്നും പുത്തരിയല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരം പേടിപ്പീരുകൾ അതിവിടെ വേണ്ട, കേരളത്തിന്റെ മണ്ണിൽ വേണ്ട.
ഇപ്പൊ എന്താ ആം ആദ്മി പാർട്ടിയിലുള്ളവരെ പേടിപ്പിച്ച് 8 പേരെ 9 വരെ കൊണ്ടുപോയില്ലേ രാജ്യസഭാ അംഗങ്ങളെ? ആരെ പോലെ പേടിപ്പിച്ചു കൊണ്ടുപോയി. ED ഒരു റെയ്ഡ്, ഇൻകം ടാക്സിന്റെ റെയ്ഡ് ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അവർ ഭയന്ന് MP-മാർ തന്നെ കൂറുമാറി BJP-യിലേക്ക് പോവുകയാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ. എന്തിനാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കുന്നത്? ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾപ്പെട്ടവരെ പീഡിപ്പിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന, അവരെ മുറിപ്പെടുത്തുന്ന അനേകം നിയമങ്ങൾ ഇനിയും RSSനും BJP-ക്കും സംഘപരിവാറിനും ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഉണ്ട്. എല്ലാവരും മനസ്സിലായിക്കോളൂ. അവരെ അനുഭവിക്കാൻ പോവുകയാണ്, അപകടകരമായ സാഹചര്യം അനുഭവിക്കാൻ പോവുകയാണ്. ഇപ്പൊ പശ്ചിമ ബംഗാളിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. കൽക്കട്ടയിൽ ജനിച്ചവനെ പോലും ബംഗ്ലാദേശിയാണെന്ന് പറഞ്ഞ് അടിച്ചു പുറത്താക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങി തുടങ്ങിയിരിക്കുന്നു. അപകടകരമായ രാഷ്ട്രീയ സാഹചര്യം. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും അനുഭവിക്കാൻ പോകുന്ന ദുരിതം എത്ര വലുതായിരിക്കും എന്ന് ഇനി കാണാനിരിക്കുകയാണ്. രാജ്യസഭയിലും ലോകസഭയിലും കൂടെ ഭൂരിപക്ഷം കിട്ടിയാൽ ഡീലിമിറ്റേഷൻ കൊണ്ടുവരും. അതായത് BJP ജയിക്കുന്ന ഒരു നിയോജക മണ്ഡലം, ഒരു അസംബ്ലി പാർലമെന്റ് മണ്ഡലം 3ആയി വിഭജിക്കും. അപ്പൊ 3 സീറ്റ് BJP-യായി. അങ്ങനെ ഒരു കാലത്തും ഇറങ്ങിപ്പോകാത്ത വിധത്തിൽ വനിതാ സംവരണത്തിന്റെ പേരിൽ ഡീലിമിറ്റേഷൻ നടത്തി ഭൂരിപക്ഷം എന്നേക്കുമായിട്ട് ഉറപ്പിക്കാൻ. അപ്പൊ ഒരു പാർലമെന്റ് മണ്ഡലം BJP ജയിക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലം അത് 3ആയി മാറും. അപ്പൊ എത്ര 3 MP, 3 അവർ ജയിക്കും, അപ്പൊ 3 MP ആയി. ഇങ്ങനെ ഈ രാജ്യത്തെ ഭരണഘടനയും ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരുമായി കൂട്ടുചേർന്ന് UDF-ഉം കൂടി ചേർന്നുകൊണ്ടാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന് ഓർക്കുക. ഇവരെല്ലാം ഒരു പക്ഷത്താണ്. ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവർ തമ്മിൽ പറച്ചിലേ ഉള്ളൂ. സുരേന്ദ്രൻ പറഞ്ഞത് മറക്കണ്ട. സുരേന്ദ്രൻ പറഞ്ഞതൊരു സത്യമാണ്. സുരേന്ദ്രനെയും ജയിപ്പിക്കാമെന്ന് സമ്മതിച്ചിരുന്നു, പറ്റിച്ചു. അതുകൊണ്ടാണ് സുരേന്ദ്രൻ സത്യം പറഞ്ഞത്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രനെ ജയിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു, അതും പറ്റിച്ചു. പാലക്കാട് ജയിക്കുമെന്ന് ഉറപ്പിച്ചു, പാലക്കാട്ടുകാരനെ കൊണ്ടുവന്ന് അവിടെ ഇട്ടു, ജയിച്ചുപോയി. തോൽപ്പിക്കാൻ ശോഭാ സുരേന്ദ്രനെ ജയിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തതാണ്. ഇതെല്ലാം 6 സീറ്റുകളിൽ UDF ഡീൽ ഉറപ്പിച്ചിരുന്നു. ആ ഡീൽ ഉറപ്പിച്ചപ്പോഴാണ് അവർ ഡീൽ ഉറപ്പിച്ചത് പുറത്തറിയുന്നതിന് മുമ്പേ CPM-ഉമായിട്ടാണ് ഡീല് എന്ന് പ്രഖ്യാപിച്ചു. LDF-ഉമായിട്ടാണ് ഡീല്. ഡീൽ ആരുമായിട്ടായിരുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊന്നും UDF പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് ധരിക്കേണ്ട. BJP-ക്ക് രാജ്യസ്നേഹവുമില്ല, ഒന്നുമില്ല. അവര് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന കള്ളത്തരമാണ്. ഇവരെല്ലാം ഒന്നിച്ചാണ് പോകുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ വേണ്ടി BJP-ക്കാരെല്ലാവരും കൈപ്പത്തി വോട്ട് ചെയ്യുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർക്കുക. അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾ, ഇത്തരം വിരട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് വേണ്ട എന്നേ പറയാനുള്ളൂ. ഇടതുപക്ഷ നേതാക്കന്മാർ ആരും തന്നെ സമരം കാണാത്തവരല്ല, ലാത്തി ചാർജ് കാണാത്തവരല്ല, ജയിലിൽ കിടക്കാത്തവരല്ല. അതുകൊണ്ട് അത്തരം പേടിപ്പിക്കലുകളൊന്നും കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോകില്ല. അത് ഇടതുപക്ഷ മുന്നണിയോട് വിലപ്പോകില്ല എന്നറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം, ഞങ്ങൾ നയിക്കുന്ന ഞങ്ങളുടെ നേതാവായ സഖാവ് പിണറായി വിജയന്റെ വീട്ടിൽ കയറി അദ്ദേഹം ഒരു കുറ്റവും ചെയ്യാതെ അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്തുവാൻ, ഇന്ത്യ മുഴുവൻ അപകീർത്തിപ്പെടുത്തുവാൻ, ഈ സ്വാഭാവികമായിട്ടും പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ എന്തോ കുറ്റം ചെയ്യുന്നല്ലേ വരികത്തുള്ളൂ. വീട്ടിലിരിക്കുന്ന ഭാര്യയോടും മക്കളോടും സ്ത്രീകളോട് പരാക്രമം കാണിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയായി 10 വർഷം കേരളത്തിലെ ജനങ്ങളെ സേവിച്ച കരുത്തുറ്റ നേതാവായ സഖാവ് പിണറായി വിജയനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്ന് ആരും കരുതണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് 10 വർഷവും കേരളത്തിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അഴിമതിയില്ലാത്തൊരു ഭരണം കേരളത്തിൽ കാഴ്ചവെച്ചത്. അദ്ദേഹത്തോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്തോടെ, CPM-ഉം മറ്റ് ഘടകകക്ഷികളും എല്ലാം, CPI-യും കേരള കോൺഗ്രസും ഞങ്ങളെല്ലാവരും കരുത്തോടെ അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഒരു കാര്യം എല്ലാവരും ഓർത്തുള്ളൂ, ഇടതുപക്ഷ മുന്നണി അവസാനിച്ചിട്ടില്ല. ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ, ഇതിന്റെ 10 മടങ്ങ് ശക്തിയോടെ ഞങ്ങൾ ജനങ്ങളുടെ മനസ്സിലൂടെ കടന്നു വരും, മടങ്ങി വരും എന്നതിൽ നിങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഇത് ചതിയായിരുന്നു എന്ന് ഓരോ സ്ഥലത്തെയും വോട്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും. മതന്യൂനപക്ഷങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് UDF അധികാരത്തിലെത്തിയതെന്നുള്ള കാര്യം മാത്രം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അറിഞ്ഞിരുന്നാൽ എല്ലാവരും ഒന്ന് കണക്കൂട്ടി നോക്കും, നല്ലതാണ്. എല്ലാവരും ഒന്ന് കണക്കൂട്ടി നോക്കുക, പറ്റിക്കപ്പെട്ടവരെല്ലാം ഒന്ന് കണക്കൂട്ടി നോക്കും, നല്ലതാണ്. ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്താൻ ഏതറ്റം വരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോരാടും എന്നറിയിച്ചുകൊണ്ട് ഈ ഒരു നടപടി ED പോലുള്ള കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിടിച്ചുകെട്ടാൻ ശ്രമിക്കുന്ന മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരോടുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.